അങ്ങനെയാണെങ്കിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്റ്റാർ ഉണ്ടാക്കിയാൽ മതിയാവും. അതെന്ത് ചെയ്താൽ പറ്റുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിലുണ്ടായ ഒരു ആശയമാണ് അതിനകത്തൊരു താമസം തന്നെ സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഡൈനിങ് ടേബിളും ചെയറും അതേപോലെ കേക്ക് ഉണ്ടാക്കാനും കേക്ക് മുറിക്കാനും കേക്ക് കഴിക്കാനും ചായ കുടിക്കാനും ആഹാരം കഴിക്കാനും കിടന്നുറങ്ങാനും ബസ്സിൽ പോകുന്നവരെ ഒന്ന് കാണാനും ബസ്സിലുള്ളവർക്ക് നമ്മളെ ഒന്ന് കാണാനും അതേപോലെ സുഹൃത്തുക്കളുമായിട്ട് റോഡിൽ നിന്ന് ഇങ്ങോട്ട് നോക്കി സംസാരിക്കുന്ന ഒരു സൗഹൃദ സംഭാഷണങ്ങൾ നടത്താനും എന്ന് വേണ്ട നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കയറി വരണമെന്നുള്ള ഒറ്റ ചിന്ത കൊണ്ട് മുഴുവനും ഇളക്കി മറിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്റ്റാറാണ് ഈ സ്റ്റാർ. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇവിടെ ഒരു സ്റ്റാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചേച്ചി നമുക്ക് ചേച്ചിനോട് ചോദിച്ചേക്കാം. ചേച്ചി, ഇവിടെ ഒരു സ്റ്റാർ വലിയൊരു സ്റ്റാർ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? നിങ്ങളുടെതാണോ? അതെവിടെയാ? ആണോ? അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുമോ? ഓക്കെ, ഇറങ്ങാം. അപ്പോൾ നമുക്ക് ചേച്ചിയുടെ പേര് സുമി അല്ലേ? ഇപ്പോൾ സുമി ചേച്ചിയൊക്കെ ആണ് ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഇവിടെ സ്റ്റാർ ഇതാണല്ലേ? ഓ, ഇതൊരു 5 നില കെട്ടിടത്തിൻ്റെ ഹൈറ്റ് ഉണ്ടല്ലോ. അടിപൊളി. അപ്പോൾ എന്തായാലും നമുക്ക് ഇവരോട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഈ സ്റ്റാർ ഉണ്ടാക്കാൻ ഇവർ എത്ര ദിവസം എടുത്തു, എന്താണ് ഈ പ്രേരണ എന്നൊക്കെ ചോദിച്ചേക്കാം. ചേട്ടാ, ചേട്ടൻ്റെ ആണോ ഈ സ്റ്റാർ? അതെ 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 ആണല്ലേ? ചേട്ടൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാണോ? അല്ല, എന്നോട് സഹായികളൊക്കെ ഉണ്ടായിരുന്നു. ആണോ? അപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള ആൾക്കാരെയൊക്കെ നമുക്കൊന്ന് വിളിച്ചാലോ? അതെ, വിളിക്കാമല്ലോ. അതെ, ഇവരെ എല്ലാവരും ഇവിടെ വന്നാട്ടെ. അത് ശരി, നിങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയത്? അതെ അതെ അതെ. ആഹാ. അപ്പോൾ ആദ്യം നിങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞു. എൻ്റെ പേര് ബൈജു. ബൈജു. സുമി. ഒരു കുഞ്ഞുവാവുണ്ട്. എനിക്ക് തോന്നുന്നു കുറേ നാളുകൾക്ക് മുമ്പ് നിങ്ങളൊന്ന് വൈറലായ അല്ലേ, ഒരു വിമാനം ഉണ്ടാക്കിയിട്ട്? ആ വിമാനമാണോ ഈ ഇരിക്കുന്നത്? ശരി ശരി, അടിപൊളി. അപ്പോൾ എന്തായാലും കണ്ടാലും സന്തോഷം. അപ്പോൾ നമുക്ക് എന്തായാലും ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാം എന്താണ് ഇവർ എത്ര ദിവസം കൊണ്ട് ഇത് ഉണ്ടാക്കി, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാനുള്ള പ്രേരണ എന്തൊക്കെയാണെന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ, ആദ്യം ഇത് എത്ര ദിവസം കൊണ്ടാണ് ഈ ഒരു വലിയൊരു 5 നില കെട്ടിടത്തിന്റെ ഹൈറ്റ് ഉണ്ടല്ലോ, അപ്പോൾ എത്ര ദിവസം കൊണ്ട് ഇത് ഉണ്ടാക്കി? ഇത് 6 ദിവസം കൊണ്ടാണ് ഇത് നിർമ്മിച്ചെടുത്തത്. രാവും പകലും ഒരേപോലെ കഷ്ടപ്പെട്ടാണ് ഈ 6 ദിവസം കൊണ്ട് ഇത് പൂർണ്ണമായത്. ശരി, 6 ദിവസത്തെ കഠിനമായ പ്രയത്നമാണ്. അതെ. എന്താ ഇത്രയും വലിയൊരു സ്റ്റാർ ഈ ക്രിസ്മസിനോട് അനുബന്ധിച്ച് ഇത്രയും വലിയൊരു സ്റ്റാർ ഉണ്ടാക്കാൻ കാരണം? ഇത്രയും വലിയൊരു സ്റ്റാർ ഉണ്ടാക്കാൻ കാരണം ലോകം മുഴുവനും അറിയപ്പെടണം എന്നുള്ള ഒറ്റ കാരണം തന്നെയാണ്. അതെന്തിനു വേണ്ടിയിട്ടാ ലോകം മൊത്തം അറിയപ്പെടുന്നത്? ലോകം മുഴുവനും അറിയാവുന്ന ഒരാളിനെ ഞങ്ങളൊന്ന് തേടിപ്പോയി. അതിന്റെ പിന്നിലെ കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ആളിനെ കാണാൻ പറ്റിയില്ല. ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോകുന്ന സമയത്ത് എന്റെ മക്കൾ കരഞ്ഞു. ആ കരച്ചിൽ മാറ്റാൻ വേണ്ടി ഞാൻ മക്കളോട് പറഞ്ഞൊരു വാചകമുണ്ട്, മകനെ നീ കരയണ്ട, ഇനിയും നിന്റെ യൂട്യൂബർ ഞാനാണ്. അങ്ങനെ പറഞ്ഞിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അങ്ങനെ പറഞ്ഞത് ആ വാക്ക് ഞാൻ പാലിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി തീർന്നേ മതിയാവും. അങ്ങനെയാണ് എങ്കിൽ ഒരു സ്റ്റാർ എങ്കിലും ഉണ്ട്. ഒരു സ്റ്റാർ, ആ സ്റ്റാർ ഉണ്ടാക്കുന്നതും ഒരു വെറൈറ്റിയായ ഒരു സ്റ്റാറായി തീരണമെന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ശരി, ഒരു മധുര പ്രതികാരമാണ്. അതെ, തീർച്ചയായിട്ടും ഒരു മധുര പ്രതികാരമായി. എന്നിട്ട് അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയോ? ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ 6 ദിവസം കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് എന്തായിരുന്നു ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് പറഞ്ഞ സംഭവം തരും? അതായത് വലിയൊരു സ്റ്റാർ ഉണ്ടാക്കുക, ലോകത്തിൽ എല്ലാവരും സ്റ്റാർ ഉണ്ടാക്കാറുണ്ട്. അത് ചെറുതായിക്കോട്ടെ അല്ലെങ്കിൽ വലുതായിക്കോട്ടെ. അതുമായിട്ട് നമുക്കും അതേപോലെ തന്നെ ഒരു സ്റ്റാർ ഉണ്ടാക്കിയിട്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളത് ശരി തന്നെയാണ്. അതേ സമയത്ത് നമ്മളൊരു വെറൈറ്റി ആണ് എങ്കിൽ നമുക്ക് ഒരു വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക് നമുക്ക് വരാമെന്നുള്ള ആ ചിന്തയാണ്. ഒരു സ്റ്റാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ലോകം മുഴുവനും നമ്മളെ കുറിച്ച് അറിയത്തില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. പക്ഷേ ആ സ്റ്റാറിന് ഒരു വെറൈറ്റി ഉണ്ടെങ്കിൽ ലോകം മുഴുവൻ അറിയപ്പെടും എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വെറൈറ്റി ഈ സ്റ്റാറിനകത്ത് ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്താണ് വെറൈറ്റി എന്ന് പറഞ്ഞ സാധനം? അതായത് ഈ സ്റ്റാറിനകത്ത് ആഹാരം കഴിക്കാതിരുന്ന് കേക്ക് ഉണ്ടാക്കാം, കേക്ക് മുറിക്കാം, ന്യൂ ഇയറിന്റെ ആഘോഷം നടത്താൻ, കിടന്നുറങ്ങാം, വിശ്രമിക്കാം, സ്റ്റാറിനുള്ളിൽ കയറിയ ലോകക്കാരെ മുഴുവനും കാണാം, ലോകക്കാർക്ക് നമ്മളെയും കാണാം. ഒരുപാട് പേര് ചന്ദ്രനിൽ പോയിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. പക്ഷേ നക്ഷത്രത്തിൽ ആരും കൂട് വെച്ചതായിട്ട് ഞാൻ ഇന്നേ കാലം വരെ കേട്ടിട്ടില്ല. എന്നാൽ പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് നക്ഷത്രത്തിനുള്ളിൽ കയറണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. അതെ, നക്ഷത്രത്തിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നക്ഷത്രത്തിനകത്തും കയറാം. അത് അടിപൊളി പരിപാടിയാണ്. അതാണ് നമ്മുടെ എന്തായാലും ഇതിന്റെ ഹൈറ്റ്, ഉയരം തന്നെ എന്തായാലും എല്ലാവരും ഞെട്ടിക്കുന്ന രീതിയിലുള്ളതാണ്. അതെ അതെ, 60 അടി ഉയരവും 53 അടി വീതിയുണ്ട്. അതുപോലെ തന്നെ ഒരു 80-85 അടിയോളം ഉള്ളില് നമുക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതിനകത്ത് വേണമെങ്കിൽ കിടന്നുറങ്ങാം, അതേപോലെ തന്നെ സൗഹൃദ സംഭാഷണങ്ങൾ നടത്താം. അങ്ങനെയുള്ള ഒരു വിശാലമായ ഒരു സ്ഥലം നമ്മൾ അതിനകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്.
മേളം നോക്കി കഴിഞ്ഞാൽ നല്ല കാറ്റും കൊള്ളാം, അതുപോലെ നല്ല കാഴ്ചയും കാണാം അല്ലേ? അതെ അതെ കുഞ്ഞു കുഞ്ഞു വണ്ടികളൊക്കെ പോണം, അത്ര ഹൈറ്റ് ഉണ്ടല്ലോ. ലോകത്തിന്റെ കീഴിൽ ഇന്നേ വരെ സ്റ്റാറിനകത്ത് ഇരുന്ന് ആഹാരം കഴിക്കാനോ സ്റ്റാറിനകത്ത് കേക്ക് മുറിക്കാനോ സ്റ്റാറിനകത്ത് കേക്ക് ഉണ്ടാക്കാനോ പറ്റുന്ന ഒരു രീതിയിൽ ഇന്നേ വരെ ഞാൻ കാര്യം ഇത് കണ്ടിട്ടേ ഇല്ല. ഇതല്ലാതെ ഇന്ന് വരെ ഒരു മനുഷ്യനും ഉണ്ടാക്കിയിട്ടുമില്ല. അത് ശരി. ഞങ്ങൾ ഈ വീഡിയോ എടുക്കാൻ വരാൻ കാരണം തന്നെ ഒരുവിധം ഒറ്റ ദിവസം കൊണ്ട് ഒരുവിധം മീഡിയാസിലെല്ലാം ഇതിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ സ്പ്രെഡായി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് നമ്മളിതൊക്കെ കണ്ടത്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിച്ചു. ഇനി ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ അറിയാണ്ട് നമുക്കൊരു യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? നമ്മുടെ ചാനലിൻ്റെ പേരെന്തായിരുന്നു? ഫ്ലൈറ്റ് ഫാമിലി എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ അതിൽ നിങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ അല്ലേ? നിങ്ങൾ ഒറ്റയ്ക്കാണോ ചെയ്തത്? അതോ ഒരു ഗ്രൂപ്പിൻ്റെ വർക്ക് ഉണ്ടായിരുന്നോ? ഒരുപാട് പേരുണ്ടായിരുന്നു അല്ലേ? എന്തായാലും നിങ്ങളുടെ കഠിനമായ പ്രയത്നത്തിൻ്റെ ഒടുവിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് എന്താ പറയുക, നിങ്ങൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും ഗംഭീരമായിട്ടല്ലേ? ഇത് ഉയർത്താൻ എത്ര ആളെ സഹായം വേണ്ടി വന്നു? ഇതിനകത്ത് 65 അടി ഇതിനകത്ത് ഹൈറ്റ് ഉള്ള ക്രെയിൻ ആണ് ഇത് ഉയർത്താൻ വേണ്ടി കൊണ്ടുവന്നത്. നോർമൽ ക്രെയിൻ അല്ല. അല്ല. ആഹാ, പെട്ടെന്ന് ഉയർത്തി കഴിഞ്ഞായിരുന്നു? പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല? 2-3 മണിക്കൂറോളം ഇത് സേഫ് ആണ് സംഭവം, എങ്ങോട്ടും പോവില്ല, ഉറപ്പാണ്. അപ്പോൾ ബൈജേട്ടാ, നിങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, മുഖത്തുനിന്ന് അടിപൊളിയായിട്ട് അത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും. അപ്പോൾ എന്താണ് ഈ അവസരത്തിൽ മറ്റുള്ളവരോട് പറയാനുള്ളത്? ലോകത്തോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഈ സ്റ്റാർ ഉണ്ടാക്കിയതെങ്കിൽ ഇന്ന് ഈ സ്റ്റാർ ഈ ലോകത്തുള്ള സകല മക്കൾക്കും വേണ്ടി, സകല കുഞ്ഞുങ്ങൾക്കും വേണ്ടി സമർപ്പിക്കുകയാണ്. അതെ തീർച്ചയായിട്ടും. ഈ സ്റ്റാറിനകത്ത് വന്നിരിക്കാനും ഭക്ഷണം കഴിക്കാനും തയ്യാറായ കുഞ്ഞുങ്ങൾ എല്ലാവരും വന്ന് ഇതിനകത്ത് കയറുക, കേക്ക് കഴിക്കുക, ചായ കുടിക്കുക, കിടന്നുകൊണ്ടേ ഉറങ്ങുക, അല്ലെങ്കിൽ വിശ്രമിക്കുക, എന്തിനും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ സ്റ്റാർ ഈ ക്രിസ്മസ് ദിനത്തിൽ അങ്ങനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ. അത് ശരി. അപ്പൊ നിങ്ങൾ മാത്രമല്ല എൻജോയ് ചെയ്യുന്ന, എല്ലാവർക്കും എൻജോയ് ചെയ്യാനുള്ള വഴി ഇതിനകത്തുണ്ടല്ലേ? ഓക്കെ, ഞങ്ങളിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാരണം വെച്ചാൽ നിങ്ങളുടെ വീഡിയോകൾ ഓൾറെഡി ഒറ്റ ദിവസം കൊണ്ട്, ഇന്നലെ രാത്രിയല്ല ഇത് പൊന്തിക്കുന്നത്, ഒറ്റ ദിവസം കൊണ്ട് എല്ലാ മീഡിയാസിലും വന്നു, ഒരുപാട് ഇൻസ്റ്റാഗ്രാം പേജിലും കാര്യങ്ങളൊക്കെ കണ്ടു. നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ വൈറലാണ്. എന്തായാലും ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും ഉറപ്പായിട്ടും അല്ലേ? അപ്പോൾ അതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. കഴിഞ്ഞ ദിവസം 12 മണിക്കാണ് ഞാൻ വീട്ടിലോട്ട് കയറുന്നത്. അതല്ലേ? അപ്പോൾ 6 ദിവസത്തെ ഉറക്കം പോയി. ഇനി എന്തായാലും ഇത് ഉറക്കമേ ഇല്ല. ഇത് കുറെ നാളും ഉണ്ടാവില്ല ഇവിടെ? തീർച്ചയായിട്ടും. എന്താ പറയുക, ന്യൂ ഇയർ കഴിയുന്നോളം വരെ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇവരെ സന്തോഷം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. മക്കൾക്ക് വേണ്ടിയിട്ട് വെറൈറ്റി മാത്രം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അല്ലേ? മക്കളുടെ പേര് തന്നെ ഒരു വെറൈറ്റിയാണ്. ജനിച്ചത് മുതൽ വെറൈറ്റി ആണ്. നിങ്ങള് വെറൈറ്റി മാത്രം. അതാണ് ലോകത്തിൽ ഇതുവരെ ആരും ചെയ്യാത്ത കാര്യങ്ങൾ മാത്രം ചെയ്യാനുള്ള പരിപാടിയാണ് അല്ലേ? എന്നാൽ മാത്രമേ ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂ, വേറിട്ട് നിൽക്കുള്ളൂ അല്ലേ? അപ്പോൾ എന്തായാലും സന്തോഷം നിങ്ങളെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളുടെ ആശയങ്ങൾ, ഇനിയിപ്പോൾ അടുത്തെന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇത് ക്രിസ്മസ് ആണ്, ക്രിസ്മസിനോട് ബന്ധിച്ച് ഒരു സ്റ്റാർ ഉണ്ടാക്കി. ഇനി അടുത്തെന്തെങ്കിലും പരിപാടികൾ ഉണ്ട്? സർപ്രൈസ് ആണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും, കാരണം പലതും ഇതേപോലെ വരും. അത് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇത് ലോകത്തിൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ല അല്ലേ? ഇന്നുവരെ ആരും ചെയ്തിട്ടില്ല. ഇത്രയും ഉയരത്തില് ബെഡ്റൂമും അതുപോലെ തന്നെ കേക്ക് മുറിക്കാനും കസേരയും കാറ്റുകൊള്ളാനും കാഴ്ചകൾ കാണാൻ പറ്റുന്ന സ്റ്റാർ ഇതുവരെ ലോകത്തിൽ ആരും ചെയ്തില്ല അല്ലേ? അപ്പോൾ അതിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് ഗിന്നസ് ബുക്കുകളിൽ ഒന്ന് റെക്കോർഡ് അപേക്ഷിച്ചുകൂടായിരുന്നു? ചെയ്യണം. അതിനുള്ള സാമ്പത്തികം നമുക്ക് അത്ര ഇല്ല. അതിന് ചെലവാണല്ലേ? ആരെങ്കിലും നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. തീർച്ചയായിട്ടും അവരുടെ പേരിൽ തന്നെ നമുക്ക് ചെയ്യാം. അടുത്ത ഇതേപോലത്തെ ഇതിനും വലിയ തുറന്നുണ്ടാക്കാം. തീർച്ചയായിട്ടും. അടിപൊളി. അപ്പോൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം, സ്പോൺസർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലും വലിയ സ്റ്റാർ ഇതിൽ സെറ്റപ്പ് ഉണ്ടാക്കിക്കൂടെ? തീർച്ചയായിട്ടും. ആ റെക്കോർഡ് നമുക്ക് കിട്ടരുതെന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഉള്ളിലെ കാഴ്ചകളൊന്ന് കാണുന്നുണ്ട്. കാണല്ലേ? അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ ഉള്ളിൽ കയറിയാലോ? ഓക്കെ, വാവേ റെഡി അല്ലേ? കയറാം. ഓക്കെ, ഹാപ്പി അല്ലേ? അച്ഛനെ മോക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണോ ഇത്? ആണോ? ഹാപ്പിയാണോ? അടിപൊളിയാണോ? ആ വാവേ, എന്താണ് വായുവിൻ്റെ അഭിപ്രായം? സന്തോഷമാണോ ഈ സ്റ്റാർ അച്ഛൻ ഉണ്ടാക്കി തന്നതിന്? എല്ലാവരും കാണാൻ വന്നോ? നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോ? സന്തോഷമല്ലേ? അടിപൊളിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്കുള്ള വിശേഷം കാര്യങ്ങളൊക്കെ കാണാം. അതാ നമ്മുടെ കുഞ്ഞുവാവയാണ് ആദ്യം കയറി പോകുന്നത് കേട്ടോ. കുഞ്ഞുവാവ കയറി പോകുന്നുണ്ട്. അച്ഛൻ അവിടെ താഴെ നിൽപ്പുണ്ട്. ഒരു അടിപൊളി കോണിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്കിലൊരു ഡോറൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ മുകളിലേക്കുള്ള കാഴ്ചകൾ. ഇതിൻ്റെ ഫുൾ വ്യൂ നമുക്ക് കാണാം ഉടനെ. ചെയറും കാര്യങ്ങളൊക്കെ ഉള്ളിടത്തേക്കുള്ളതാ ചെറിയൊരു വഴി അവിടെ ഉണ്ട്. ഒരു ഓട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അടുത്തത് മോൻ കയറാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഓരോരുത്തർ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. നിങ്ങളിപ്പോൾ അത് കയറി മടുത്തിട്ടുണ്ടാവില്ലേ? ഒത്തിരി പ്രാവശ്യം കയറി. പൊളിക്കുക തന്നെ. അപ്പോൾ ഇവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ചെറിയ പരിപാടി ചെയ്യാണ്ടെന്നാണ് പറഞ്ഞത്. ചെറിയൊരു
പില്ലറും കാര്യങ്ങളൊക്കെ വാർക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. ഇതൊന്നും കൂടെ സേഫ്റ്റി ആക്കും. കുറച്ച് ദിവസം എന്തായാലും ഇവിടെ ഉണ്ടാവും. ആൾക്കാർക്ക് കാണാനും ഈ പറഞ്ഞ പോലെ ക്രിസ്മസോടനുബന്ധിച്ച് ആർക്കെങ്കിലും കേക്ക് മുറിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കേക്ക് മുറിക്കാനുള്ള അവസരങ്ങളൊക്കെ ഇവർ ഒരുക്കി തരുന്നതായിരിക്കും. ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള അവസരമുണ്ട്. ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സ്റ്റാർ, അതും ഇതിനുള്ളിൽ കയറാനും ഉറങ്ങാനും ഇരിക്കാനും പാട്ട് പാടാനും എല്ലാ സംവിധാനത്തോടും കൂടി ഒരു സ്റ്റാർ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. അതുപോലെ ഫോട്ടോ എടുക്കാം, കേക്ക് മുറിക്കാം, എല്ലാം ഇവിടെ വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതാ വാവ കയറി പോകുന്നുണ്ട്. പേടിക്കാനൊന്നുമില്ല, മെല്ലെ മെല്ലെ കയറാം. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ചേച്ചി കയറാനുള്ള പരിപാടിയാണ്. ഒരു ചേട്ടൻ ഇവിടെ ഇത് പിടിച്ചു കൊടുക്കുന്നുണ്ട്. ചേട്ടാ, ചേട്ടൻ പിന്നെ ശരിക്കും ഇത് കാണാൻ വേണ്ടി വന്നാണോ? അത് ശരി. അപ്പോൾ നിങ്ങൾ തള്ളാൻ വേണ്ടി വന്നായിരിക്കും അല്ലേ? ഇത് ഇവിടെ ഉള്ളൊരു ചേട്ടനാണ്. ഇവരെ ഒരു മഞ്ഞ യൂണിഫോമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ചേച്ചി ഇങ്ങനെ കയറി പോകുന്നുണ്ട്. നിങ്ങൾ ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, ₹1 എന്നൊക്കെ എന്താ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ? റൈഡേഴ്സ് ആണല്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. 2 സൈക്കിളും കൂടെ ഉണ്ടായി. കണ്ടിട്ടുണ്ട്, ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ. നിങ്ങൾ യാത്രയ്ക്ക് ഇടം വരെ? അത് ശരി. ഓക്കെ ഓക്കെ. അപ്പോൾ ചേച്ചി ഇതങ്ങനെ കയറി പോകുന്നുണ്ട്. മക്കൾ രണ്ടുപേരും അവിടെ എവിടെയും ഇരിക്കുന്നുണ്ട്. ചേട്ടൻ അവിടെ ഉണ്ട്. ചേച്ചി അവിടെ ഏകദേശം എത്തി. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള കാഴ്ചകൾ നോക്കാം. അപ്പോൾ ഇതാ ബാവ ഇവിടെ കയറിയിരുന്നു, കസാരയൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട്. വൈചേട്ടൻ അത് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതാണ്ടോ ഒരു കൂസലിലാണ്ടോ നിൽക്കുന്നത്. ഇത്ര മുകളിലാണ് ഇത്. എത്ര ഹൈറ്റിലാണ് ഉള്ളതെന്ന് നമ്മൾ കാണിച്ചു തരാം. 15 അടി ഹൈറ്റിലാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് വലിയ സംഭവമുണ്ട്. ചേച്ചി പേടിയില്ലോ? ശീലമായിട്ടുണ്ടാവൂലേ? ഇതാ കുഞ്ഞോ അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു പിന്നെ ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരു ഫ്ലവർ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് കേക്കൊക്കെ മുറിക്കാനുള്ള സംവിധാനമുണ്ട്. പിന്നെ അപ്പുറത്തേക്ക് വലിയ വലിയ ഏരിയ ഉണ്ട്. അവിടെ നമുക്ക് ബെഡ്റൂം ആക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഉടനെ ചെയ്യാം. അതുപോലെ ഇതുണ്ടോ, ഇതിൻ്റെ മുകളിലേക്കുണ്ടോ പ്ലാനിങ് ഉണ്ടായിരുന്നു. വലിയ പ്ലാനിങ് ആയിരുന്നു അല്ലേ? അപ്പോൾ സാഹചര്യം പെട്ടെന്നായിരുന്നല്ലോ അല്ലേ? ഓക്കെ. ഇതുണ്ടോ, ഇത് കാഴ്ച ഭയങ്കരമാണ്. ഇതിൻ്റെ താഴേക്കുള്ള കാഴ്ച കാണണം. നമുക്ക് ഇവിടുന്ന് താഴേക്കുള്ള കാഴ്ച കണ്ടോ, വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്ന കാണാം. നല്ല കാറ്റുണ്ട്. വൈകുന്നേരവും രാവിലേക്കാണെങ്കിൽ അടിപൊളിയാണ്. വണ്ടിയൊക്കെ പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത് പൊളിക്കും ശരിക്കും. ഇത് എല്ലാവരും ഞെട്ടിക്കും. ഓൾറെഡി ഞെട്ടിച്ചിരിക്കുന്നു. 24 മണിക്കൂർ ആവുന്നതിന് മുമ്പ് ഓൾറെഡി ലോകം ഞെട്ടിയിരിക്കുന്ന സംഭവം. നിങ്ങളെ സംബന്ധിച്ച് വൈചേട്ടാ നിങ്ങൾ പൊളിയാണ്, മാസമാണ് നിങ്ങൾ കേട്ടോ. അപ്പോൾ വേറെന്താ പറയാനുള്ളത്? സന്തോഷമല്ലേ? ഹാപ്പി അല്ലേ? അതെ, തീർച്ചയായിട്ടും ഹാപ്പിയാണ്. ഇനിയിപ്പോൾ അടുത്ത ഒരു ലോകത്തെ ഞെട്ടിക്കാനുള്ള പരിപാടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഓണോ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്തുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്താ പറയുക, ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഫാമിലിയാണിത്. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. നിങ്ങൾ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം അടുത്ത ആൾക്കാരെ ഞെട്ടിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാണ് അല്ലേ? അപ്പോൾ എന്നാ പോട്ടെ. എല്ലാവിധ ആശംസിക്കുന്നു. യെസ്. അപ്പോൾ വൈചേട്ടാ, ഇതിൽ വേറെ സംഭവം കൂടി ലാസ്റ്റ് ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്, അതായത് എറണാകുളത്ത് ക്രിസ്മസ് പാപ്പാനൊക്കെ കത്തിച്ച പോലെ നിങ്ങൾ ഇതങ്ങോട്ട് കത്തിച്ച് ഒന്ന് വൈറലാവാനുള്ള പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട്, സംഭവം സത്യമാണോ? അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് ആ ട്വിസ്റ്റ് അവിടെ നമുക്ക് കാണാം. ലാസ്റ്റ് ആണ് ന്യൂ ഇയർ കഴിഞ്ഞിട്ടാണ് അല്ലേ? പൊളിക്കങ്ങള്. അപ്പോൾ എവിടെ ഉണ്ട്? ഇതിലുണ്ടല്ലേ, ഫ്ലൈറ്റ് ഫാമിലി അല്ലേ? അപ്പോൾ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ലാസ്റ്റത്തെ എമണ്ട സീനും കൂടെ കാണാം അല്ലേ? ഓക്കെ, ബൈ.